പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് കൂടുന്നതും നമ്മൾ കഴിക്കുന്ന അയൺ ചിലപ്പോൾ നമുക്ക് പറ്റാത്തതാണെങ്കിലോ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാവിഡ് ആയിട്ടുള്ള യൂട്രസ് വലുതാവുമ്പോൾ അത് ഒരുപാട് നമ്മളുടെ കുടലുകളൊക്കെ കംപ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ തവണ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അപ്പൊ കോൺസ്റ്റിപ്പേഷനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റിൽ ഒരു 25 തൊട്ട് 30 ഗ്രാം ഫൈബേഴ്സിന്റെ അളവ് ആഡ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇലക്കറികൾ, പച്ചക്കറികൾ ഇതെല്ലാം കൂടുതൽ കഴിക്കാം. ഫ്ലാക്സ് സീഡ് പോലുള്ള സാധനങ്ങൾ നല്ലതാണ്. രണ്ടാമതായി നന്നായി വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു 8 തൊട്ട് 10 ഗ്ലാസ് ഓരോ ദിവസവും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കുറെ പ്രഗ്നൻസിയിലെ ആളുകൾക്ക് വെള്ളം അതുപോലെ കുടിക്കാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് കരിക്കിൻ വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഇൻഫ്യൂസ്ഡ് വാട്ടർ, അതായത് വെള്ളത്തിൽ ഒരു കഷ്ണം നാരങ്ങ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ തുളസി പോലുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇൻഫ്യൂസ്ഡ് വാട്ടർ ആയിട്ടും കുടിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഷോർട്ട് ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കഴിക്കുക. ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ദിവസേനയുള്ള നടത്തം. ഒരു 20 മിനിറ്റ് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രഗ്നൻസിയിലുള്ള എല്ലാവർക്കും ഒരു 20 മിനിറ്റ് ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് പോലെ നടത്തം പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു കൃത്യസമയം സെറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ ശ്രമിക്കുക. തീരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറുടെ അടുത്ത് നിന്ന് ലാക്സേറ്റീവ്സ്, സ്റ്റൂൾ സോഫ്റ്റ്നസ് തുടങ്ങിയ മരുന്നുകൾ കഴിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കഴിക്കുന്ന അയൺ ഏതാണെന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷനും ഗ്യാസ്ട്രൈറ്റിസും കൂടുതലുള്ള ആൾക്കാർക്ക് ഫെറസ് സൾഫേറ്റ് പോലുള്ള അയൺ പ്രിപ്പറേഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പകരം ഫെറസ് അസ്കോർബേറ്റ് അല്ലെങ്കിൽ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്, ഫെറസ് പൈറുഫോസ്ഫേറ്റ് തുടങ്ങിയിട്ടുള്ള പുതിയ അയൺ പ്രിപ്പറേഷൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. പ്രഗ്നൻസി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണിയാണ്. അതിനെ നമുക്ക് കംഫർട്ടബിൾ ആക്കാം.